Strain energy method third question. Analyze the frame shown in figure using strain energy method. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഫ്രെയിം ഉണ്ട്. ഫ്രെയിമിനകത്ത് എ ബി എന്ന് പറഞ്ഞൊരു കോളം പോർഷൻ ഓഫ് ലെങ്ത് 4.5 മീറ്റർ, ബി സി എന്ന് പറഞ്ഞൊരു ബീം പോർഷൻ ഓഫ് ലെങ്ത് 3 മീറ്റർ ആൻഡ് ഹാവിങ് എ 3.5 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ് ഫ്രം 1 മീറ്റർ ഫ്രം റൈറ്റ് സപ്പോർട്ട്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കുള്ള സപ്പോർട്ടിലെ അൺനോൺ റിയാക്ഷൻസ് നോക്കുക. എ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് ഫിക്സഡിൽ 3 നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് ഉണ്ട്. വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് എ മൊമെന്റ്. കണ്ടില്ലേ? എയിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഒരു മൊമെന്റ്. ഇനി സി എന്ന് പറഞ്ഞത് ഒരു റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ടിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവുള്ളൂ ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ്. അപ്പോൾ 4 നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ്. നമുക്ക് എത്ര ഇക്വിലിബ്രിയം ഇക്വേഷനേ ഉള്ളൂ? 3 ഇക്വിലിബ്രിയം ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ 3 ഇക്വിലിബ്രിയം ഇക്വേഷനും 4 നമ്പർ ഓഫ് അൺനോൺസും. Therefore degree of indeterminacy is equal to 4 minus 3 is equal to 1. Single degree of indeterminacy. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു നമ്പർ ഓഫ് അഡീഷണൽ ഇക്വേഷൻ വേണം ഇത് സോൾവ് ചെയ്യാനായിട്ട്. ആ അഡീഷണൽ ഇക്വേഷൻ ആണ് സ്ട്രെയിൻ എനർജി ഇക്വേഷൻ. ഈ സ്ട്രെയിൻ എനർജി ഇക്വേഷനകത്ത് എം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പാനിലെ മൊമെന്റ് ഒരു ഡോ ആർ ബി ഉണ്ട്. ആർ ബി എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഒരു റിഡൻഡന്റ് സപ്പോർട്ടായിട്ട് അസ്യൂം ചെയ്യും. റിഡൻഡന്റ് സപ്പോർട്ട് മീൻസ് ആ ഒരു സപ്പോർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗീവൺ ബീം ഒരു ഡിറ്റർമിനേറ്റ് ബീമായിട്ട് മാറും. നമ്മുടെ ഗീവൺ ക്വസ്റ്റ്യനകത്ത് ഏത് സപ്പോർട്ട് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്? സപ്പോർട്ട് സി റിമൂവ് ചെയ്യാം. സപ്പോർട്ട് സി റിമൂവ് ചെയ്താൽ നമുക്ക് ഒരു സപ്പോർട്ട് മാത്രമേ വരുള്ളൂ. എ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ 3 നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് മാത്രമേ വരുള്ളൂ. നമ്മുടെ ബീം ഡിറ്റർമിനേറ്റ് ബീമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യനകത്ത് സപ്പോർട്ട് സി മാറ്റുന്നു. സപ്പോർട്ട് സി മാറ്റുമ്പോൾ ഗീവൺ ഫ്രെയിം ഒരു ഡിറ്റർമിനേറ്റ് ഫ്രെയിം ആയിട്ട് മാറും. അപ്പോൾ സ്ട്രെയിൻ എനർജി ഇക്വേഷൻ ഇവിടെ വരുമ്പോൾ ആർ ബി അല്ല ആർ സി ആണ്. എന്താണ് ആർ സി വരാൻ കാര്യം? നമ്മൾ സപ്പോർട്ട് സി റിമൂവ് ചെയ്തപ്പോഴാണ് ബീം ഡിറ്റർമിനേറ്റ് ബീം ആയത്. ബീം അല്ല ഡിറ്റർമിനേറ്റ് ഫ്രെയിം ആയത്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷനകത്ത് ഡോ എം ബൈ ഡോ ആർ സി ആണ് എടുക്കുന്നത്. സോ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1 വന്നു. കൺസിഡർ ആർ സി ആസ് റിഡൻഡന്റ് ഫോഴ്സ്. ഇനി നമ്മൾ പഴയ ക്വസ്റ്റ്യനകത്ത് ചെയ്ത കണക്ക് തന്നെ സിഗ്മ വിയും സിഗ്മ എമ്മും കാൽക്കുലേറ്റ് ചെയ്യില്ല. സിഗ്മ എമ്മും സിഗ്മ വിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് സി എന്ന് പറഞ്ഞത് റിഡൻഡന്റ് റിയാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ സിയിലെ റിയാക്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഇക്വേഷനകത്ത് ആർ സി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകും. ഇനി എയിലെ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ എം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നുകിൽ ലെഫ്റ്റ് പോർഷനോ റൈറ്റ് പോർഷനോ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഈ ഗീവൺ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യുന്നത് ഫ്രം റൈറ്റ് എൻഡ് ആണ് നമ്മൾ സെക്ഷനകത്ത് ഡിസ്റ്റൻസ് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് എയിലെ റിയാക്ഷൻസിന്റെ ആവശ്യം ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്ട്രെയിൻ എനർജി മെത്തേഡ്, സ്ട്രെയിൻ എനർജി ഇക്വേഷനിലെ പോകുവാണ്. അപ്പോൾ സ്ട്രെയിൻ എനർജി ഇക്വേഷനകത്ത് നമുക്കൊരു ക്യാപിറ്റൽ എം ഉണ്ട്. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീമിൽ അല്ലെങ്കിൽ ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് വാല്യൂസ് ആണ്. ഈ ഫ്രെയിമിൽ നമുക്ക് മൊമെന്റ് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊമെന്റ് ഉണ്ടാവും. സി ഡിയിൽ ഒരു മൊമെന്റ് വാല്യൂ ഉണ്ടാവും, ഡി ബിയിൽ ഒരു മൊമെന്റ് വാല്യൂ ഉണ്ടാവും, ബി എയിൽ ഒരു മൊമെന്റ് വാല്യൂ ഉണ്ടാവും. ഈ 3 മൊമെന്റ് വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗീവൺ സ്പാനിനെ സി ഡി എന്നൊരു സ്പാൻ, ഡി ബി എന്നൊരു സ്പാൻ, ബി എ എന്നൊരു സ്പാൻ അല്ല 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. സി ഡി എന്നൊരു പാർട്ട്, ഡി ബി എന്നൊരു പാർട്ട്, ബി എ എന്നൊരു പാർട്ട്, 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ സി ഡി, ഡി ബി, ബി എ എന്ന 3 പാർട്ട്. ഈ 3 പാർട്ടിൻ്റെ ഒറിജിൻ ആണ്. സി ഡി എന്ന് പറഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന സി ആണ്. therefore C is taken as origin.
ഡി ബി എന്ന് പറഞ്ഞ പോർഷനിൽ നമ്മൾ ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നത് ഡി ആണ്, ബിക്കോസ് ഡി എന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്, എക്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ബി എന്ന് പറഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ബി ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നത്. സി ഡി, ഡി ബി, ബി എ. ഇനി ലിമിറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ സി ഡി ലെങ്ത് 1 മീറ്റർ. അപ്പോൾ സിന്ന് 0 മുതൽ ഡി എത്തുമ്പോഴേക്ക് 1 മീറ്റർ, അപ്പോൾ ലിമിറ്റ് 0 to 1. അപ്പോൾ അടുത്തത് ഡി ബി, ഡി ടു ബി ലെങ്ത് 2 മീറ്റർ. അപ്പോൾ ഡി 0 ആണെങ്കിൽ 0 ഇന്ന് ബിയിലെത്തുമ്പോൾ 2 മീറ്റേഴ്സ്. ഇനി ബി എ ലെങ്ത്, ബിയിലാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്, ബി ആണ് ഒറിജിൻ. അപ്പോൾ ബി 0 ഇന്ന് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് എയിലേക്ക് എത്തുമ്പോൾ 4.5. അപ്പോൾ ലിമിറ്റ് ബി എ 4.5 മീറ്റേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് ലിമിറ്റ് വാല്യൂ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പോർഷൻ്റെയും മൊമെൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സി ഡി എന്ന് പറഞ്ഞ പോർഷൻ കൺസിഡർ ചെയ്തു. സി ഡിയിലൊരു സെക്ഷൻ കട്ട് ചെയ്തു, എക്സ് എക്സ് എന്നൊരു സെക്ഷൻ, എന്നിട്ട് സി ആസ് ഒറിജിൻ ഡിസ്റ്റൻസ് എക്സ് മെഷർ ചെയ്തു. കൺസിഡർ ചെയ്യുന്നത് റൈറ്റ് സൈഡ് മാത്രം. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ആകെപ്പാടെ ഒരു സപ്പോർട്ട്, ഒരു റിയാക്ഷൻ, ഒരു അൺനോൺ ഫോഴ്സ് ഉണ്ട്, ആർ സി എന്ന് പറഞ്ഞ ഫോഴ്സ്. അപ്പോൾ ആർ സിയുടെ മൊമെന്റ് അബൌട്ട് ദിസ് സെക്ഷൻ എക്സ്. അപ്പോൾ ആർ സി ഇൻറ്റു എക്സ്, പോസിറ്റീവ് വാല്യൂ ആണ് ആർ സിയുടെ എഫക്റ്റ് സെക്ഷൻ എക്സിൽ വരുന്നത്, സാഗിങ് ആയിരിക്കും, അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ. അപ്പോൾ ആർ സി ഇൻറ്റു എക്സ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എം ബൈ ഡോ ആർ സി. അപ്പോൾ എക്സ് വാല്യൂ. ഇനി അടുത്ത പോർഷൻ ഡി ബി എന്ന് പറഞ്ഞ പോർഷൻ. ഡി ബി പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സെക്ഷൻ എടുത്തിട്ട് ഡി എന്നാണ് എക്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡ് ഫുള്ള് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു 3.5 കിലോ ന്യൂട്ടനും ഉണ്ട്, ആർ സി എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് റിയാക്ഷനും ഉണ്ട്. ഇനി ഫസ്റ്റ് 3.5ൻ്റെ എഫക്റ്റ്, 3.5ൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ 3.5 ഇൻറ്റു എക്സ്. 3.5ൻ്റെ എഫക്റ്റ് എന്താണ്? സെക്ഷനിൽ ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്, ഹോഗിങ് ആയതുകൊണ്ട് നെഗറ്റീവ്, അപ്പോൾ -3.5 ഇൻറ്റു എക്സ്. ഇനി ആർ സിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് പ്ലസ് 1 ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആർ സിയുടെ എഫക്റ്റ് സെക്ഷനിലേക്ക് വരുന്നത് സാഗിങ് ആണ്, സാഗിങ് ആയതുകൊണ്ട് പോസിറ്റീവ്. അപ്പോൾ ആർ സി ഇൻറ്റു 1 പ്ലസ് എക്സ് മൈനസ് 3.5 ഇൻറ്റു എക്സ്. ആർ സി ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് 3.5 ഇൻറ്റു എക്സ് ആണ് മൊമെൻറ്റ് വാല്യൂ. ഇനി നമ്മൾ അതിനെ പാർഷ്യൽ ഡിറൈവ് ചെയ്യുന്നു. പാർഷ്യൽ ഡിറൈവ് ചെയ്യാനായിട്ട് ഡോ എം ബൈ ഡോ ആർ സി. ഈ ടേം 0 ആയി പോകും, നമുക്കിവിടെ മാത്രമേ ആർ സി ഉള്ളൂ. പാർഷ്യൽ ഡിറൈവ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1. ഇനി നമ്മുടെ ലാസ്റ്റ് പോർഷൻ ബി എ എന്ന് പറഞ്ഞ പോർഷൻ. ബി എയിൽ നമ്മളൊരു സെക്ഷൻ എടുത്തു, എക്സ് എക്സ് എന്ന സെക്ഷൻ എടുത്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. ബി ആണ് നമ്മുടെ ഒറിജിൻ. ഇനി നമുക്ക് ഏത് പോർഷനെ കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ റൈറ്റ് സൈഡ് ഫുൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് 3.5 കിലോ ന്യൂട്ടൺ, പിന്നെ ഒരു ആർ സി, ഒരു ലോഡും ഒരു റിയാക്ഷനും. ഈ 3.5ൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് ദിസ് സെക്ഷൻ എത്രയാണ്? 2 മീറ്റേഴ്സ് ആണ്. അപ്പോൾ 3.5 ഇൻറ്റു 2, 3.5 ഇൻറ്റു 2 7 മീറ്റേഴ്സ്. അപ്പോൾ 3.5ൻ്റെ എഫക്റ്റ് എന്തായിരിക്കും ഈ സെക്ഷനിലേക്ക് വരുന്നത് നോക്കാം. 3.5 എന്ന് പറഞ്ഞ ലോഡ് ഈ സെക്ഷനിലേക്ക് വന്ന് തട്ടുമ്പോൾ ഇതെന്ത് ചെയ്യും? കോളം പുറത്തേക്ക് ബൾജ് ചെയ്യും. കോളം പുറത്തേക്കാണ് ബൾജ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മൊമെൻറ്റ് വാല്യൂ നെഗറ്റീവ് ആണ്. കോളം പുറത്തേക്ക് ബൾജ് ചെയ്യുകയാണെങ്കിൽ മൊമെൻറ്റ് വാല്യൂ നെഗറ്റീവ്. ഇനി ആർ സി. അപ്പോൾ 3.5ൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. 3.5 ഇൻറ്റു 2 7. ആർ സിയുടെ എഫക്റ്റ്, ആർ സി ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ സെക്ഷനിൽ വന്ന് ഇടിക്കുമ്പോൾ എ ബി എന്ന് പറഞ്ഞ കോളം ഉള്ളിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻറ്റ് എന്തായിരിക്കും? മൊമെൻറ്റ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, സാഗിങ് ആയിരിക്കും, മൊമെൻറ്റ് വാല്യൂ പോസിറ്റീവ്. ഈ ഡിസ്റ്റൻസ് ആർ സിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 മീറ്റർ. അപ്പോൾ 3 ആർ സി മൈനസ് 3.5 ഇൻറ്റു 2 ആണ് എ ബി എന്ന് പറഞ്ഞ പോർഷനിലെ മൊമെൻറ്റ് ഇക്വേഷൻ. അടുത്ത സ്റ്റെപ്പിൽ സ്ട്രെയിൻ എനർജി ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. 3 പോർഷനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇത് സി ഡി എന്ന് പറഞ്ഞ പോർഷൻ, ഡി ബി എന്ന് പറഞ്ഞ പോർഷൻ,
ബി എന്ന് പറഞ്ഞ പോർഷൻ, 3 പോർഷൻസിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3 പോർഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഈ കാണുന്നത്. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് വാല്യൂസ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് വാല്യൂസ് അപ്ലൈ ചെയ്തു സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആർ സി എന്ന് പറഞ്ഞ അൺനോൺ റിയാക്ഷൻ കിട്ടി 2.24 കിലോ ന്യൂട്ടൺ. ഒരു അൺനോൺ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ കൊടുത്തു, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ ആർ എ കിട്ടി, മൊമെൻ്റ് അബൌട്ട് എ കൊടുത്ത് മൊമെൻ്റ് അബൌട്ട് എയും കാൽക്കുലേറ്റ് ചെയ്തു. സിഗ്മ വി കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻസ് വി എ ആക്ടിങ് അപ്വേർഡ്സും ആർ സി ആക്ടിങ് അപ്വേർഡ്സും. വി എക്ക് പകരം ഇവിടെ ആർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്വേർഡ് റിയാക്ഷൻ ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ ആർ എ പ്ലസ് ആർ സി -3.5 അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയതാണ്. ആർ എ പ്ലസ് ആർ സി ഈസ് ഈക്വൽ ടു 3.5. ആർ സിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ആർ എയുടെ വാല്യൂ കിട്ടി. ഇനി മൊമെൻറ്റ് എബൌട്ട് എയുടെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എയുടെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ലോഡുണ്ട് ഈ ബീമിൽ? ഒരു 3.5 കിലോ ന്യൂട്ടൺ ലോഡും ഉണ്ട്, ഒരു ആർ സി എന്ന് പറഞ്ഞ ലോഡും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? 3.5 ഇൻറ്റു 2. 3.5 ഇൻറ്റു 2ൻ്റെ എഫക്റ്റ് 3.5 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? കോളം പുറത്തേക്ക് ബൾജ് ചെയ്യുവാണ്. പുറത്തേക്ക് ബൾജ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി ആർ സിയുടെ വാല്യൂ ആണ് 2.24. 2.24 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3. ആർ സിയുടെ എഫക്റ്റ്, ആർ സി ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത്. കറങ്ങി വന്ന് ഇവിടെ ഇടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്കാണ് ബൾജ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് ബൾജ് ചെയ്താൽ അത് സാഗിങ് ആണ്, പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. Therefore final moment about A is equal to -0.28 kilonewton meter.